ശ്രീ മോഹൻ വർഗീസ് മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പറയുന്നത് ഇത് രാജ്യത്തിന് പുറത്തുള്ള ആസൂത്രണം എന്നുള്ളതാണ്. ആവാൻ വഴിയുണ്ട്. കാരണം ഒന്ന്, ജമ്മു കാശ്മീരിൽ പീസ് ഉണ്ടായി, ജമ്മു കാശ്മീരിൽ സമാധാനമുണ്ടായി, ജമ്മു കാശ്മീരിൽ സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ചരിത്രത്തിൽ തന്നെ വളരെ മെച്ചപ്പെട്ട നിലയിൽ എന്ന് പറയാൻ കഴിയുന്ന പോളിംഗ് അവിടെ ഉണ്ടായി. ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശേഷം ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു സർക്കാർ ഉണ്ടായി. ടൂറിസം പുഷ്ടിപ്പെട്ടു. അങ്ങനെ കശ്മീർ സമാധാനത്തിന്റെ പാതയിൽ വന്ന് കഴിഞ്ഞ ഘട്ടത്തിൽ ഇപ്പോൾ കൃത്യമായിരുന്നു ഇതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്ന ലക്ഷ്യം നിശ്ചയമായും അതിർത്തിക്ക് പുറത്തുള്ള ആളുകൾക്ക് ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യവും എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അതിർത്തിക്ക് പുറത്തു നിന്നുള്ള ഒരു ആസൂത്രണം എന്ന ആ വാദം നമ്മൾ 100% വിശ്വസിക്കാമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താമല്ലോ. ഇവിടെ ബഹുമാന്യനായ മുൻ പ്രതിരോധ മന്ത്രി ശ്രീമാൻ എ കെ ആന്റണിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു. ഇവിടെ അതിർത്തി കടന്നു വരുന്ന ഭീകരവാദം ചരിത്രപരമായി സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു രീതിശാസ്ത്രം നോക്കുമ്പോൾ ഒരു ചെറിയ സംഘടന, അധികമൊന്നും കേട്ടിട്ടില്ലാത്ത മുൻപിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ലഷ്കർ ഇ തോയ്ബ എന്ന വിശാല സംഘടനയുടെ ഒരു ഓഫ്ഷൂട്ട് എന്ന രീതിയിൽ TRF എന്ന ചെറിയ സംഘടന കാശ്മീർ മണ്ണിൽ നടത്തിയ ആക്രമണത്തിൻ്റെ വേദികൾ നീളുന്നത് തീർച്ചയായും പാക് അധിനിവേശ കാശ്മീരിലേക്കും അതിനും മുകളിലേക്ക് പാക് പഞ്ചാബിലേക്കും എല്ലാം തന്നെ നീളുന്ന ടെറർ നെറ്റ്വർക്കാണ്. ആ ടെറർ നെറ്റ്വർക്കിനെതിരെ സീറോ ടോളറൻസ് ടു ടെറർ എന്ന ഒരു ഇന്ത്യയുടെ ഒരു നയമാണ്. അപ്പോൾ ഇന്ത്യ അടുത്ത കാലത്ത് യാതൊരു രീതിയിലൊരു ദാക്ഷിണ്യവും വേണ്ട, ഇങ്ങോട്ട് ആക്രമിച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് അൺആക്സെപ്റ്റബിൾ ഡാമേജ് ഉണ്ടാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. അതിന് മേൽ രാഷ്ട്രീയമില്ല. അത് തന്നെയാണ് ശ്രീ ആന്റണിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വാക്കുകളിൽ കാണുന്നത്. ഇവിടെ ദേശീയ താല്പര്യമാണ് പ്രധാനം. ദേശീയ സുരക്ഷ ഇവിടെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇവിടെ കോൺഗ്രസ് എന്നോ BJP എന്നോ ഇല്ല. ഇന്ത്യയുടെ സമീപകാല ഒരു രീതിശാസ്ത്രം അതനുസരിച്ച് തിരിച്ചടി, അതിന് സൈന്യം സജ്ജമാകണം, അതിന് രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം, അതിനുള്ള സമയക്രമം നിർണ്ണയിക്കണം. പക്ഷേ ആദ്യം വേണ്ടത് ആ ഏരിയ സീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ആക്രമണം കഴിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ, ഏർലി അവേഴ്സാണ്, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ആ മേഖല സീൽ ഓഫ് ചെയ്യുകയും ആ മേഖലയിൽ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ആദ്യ ഘട്ടത്തിന് ശേഷം യു ഹാവ് ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് ദ സിറ്റുവേഷൻ. അതിനുശേഷമാണ് ഉന്നത തലത്തിലുള്ള സൈനിക നേതൃത്വം തീരുമാനമെടുക്കാൻ വേണം. രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുക്കൽ പ്രക്രിയ, ആ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട വിദേശകാര്യ മന്ത്രി ജയശങ്കർ അമേരിക്കയിലും അതുപോലെ ജയശങ്കർ സൗദി അറേബ്യയിലും പ്രധാനമന്ത്രിയുടെ ഒപ്പമാണ്. അപ്പം പ്രധാനമന്ത്രി തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം, അതായത് യഥാർത്ഥത്തിൽ ഉന്നത തലത്തിൽ തരുന്ന തീരുമാനമാണ്. കാരണം ഇതൊരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. പുൽവാമ ആക്രമണത്തിന് ശേഷം മറുപടി ബാലാക്കോട്ട് കൊടുത്തത് ഒരു നയവ്യതിയാനമാണ്. മുൻകാലങ്ങളിൽ ഉടനടി മറുപടി എന്നൊന്നും കാര്യമില്ലായിരുന്നു. പക്ഷേ ഉടനടി മറുപടി 2019 തുടങ്ങിയ ആ ഒരു രീതിശാസ്ത്രം അത് ശ്രീ എ കെ ആന്റണി ഉൾപ്പെടെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം അതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലോബൽ ടെറർ അറ്റാക്ക് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, ഒരു ഇസ്രയേലി പൗരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഒരു ഇറ്റാലിയൻ പൗരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യങ്ങളൊക്കെ അവരവരുടെ പൗരന്മാർക്ക് വലിയ വിലയാണ് കൽപ്പിക്കുന്നത്. അപ്പം അന്യനാട്ടിൽ, വിദേശ മണ്ണിൽ ഒരു ഇറ്റാലിയൻ പൗരൻ, ഒരു ഇസ്രയേലി പൗരൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇനി മറ്റ് രാജ്യങ്ങൾ പൗരന്മാർ ഉൾപ്പെടെ ഉണ്ടാക്കാം. ഇതെല്ലാം തന്നെ രാജ്യാന്തര ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊരു ഗ്ലോബൽ ടെററിൻ്റെ ഒരു ലോക്കലൈസ്ഡ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ണികൾ നീളുന്നത് പാകിസ്ഥാനിലേക്കാണെങ്കിൽ തീർച്ചയായും ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള പാകിസ്ഥാൻ പദ്ധതിയെ തുറന്നു കാട്ടാൻ കഴിയും. കാരണം ഇത് ഗോൾഡൻ അവേഴ്സാണ്. ഈ അവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനെതിരെ നടത്തുന്ന ആക്രമണം ഒരുപക്ഷെ ലോകത്തിൻ്റെ വലിയ തോതിലുള്ള ശാസന വിളിച്ചു വരുത്തും. അതുകൊണ്ട് അൺആക്സെപ്റ്റബിൾ ആണെന്ന് പറയും. അതുകൊണ്ട് ഇതിനകത്തൊരു സമയക്രമമുണ്ട്. ഇതിന് ഒരു സംഭവം നടന്നു കഴിഞ്ഞൊരു ഇപ്പം ഏതാനും ജീവനുകൾ, 30ഓളം 28 ജീവനുകളാണ്, 5 പേര് ഗുരുതരാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ തത്തുല്യമായ രീതിയിലുള്ളൊരു ആക്രമണം മറുപക്ഷത്ത് ഉണ്ടാകുന്നെങ്കിൽ അത് ടാർഗറ്റ്സ് വുഡ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ഓൾറെഡി. കാരണം നമുക്കറിയാം, ഇന്ത്യക്കറിയാം, ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ സംവിധാനത്തിനും സാറ്റലൈറ്റ് ശൃംഖലയ്ക്കും അറിയാം തീവ്രവാദികളെ ലഷ്കർ ഇ തോയ്ബയുടെയും ഹർക്കത്തുൽ മുജാഹിദിൻ്റെയും ഹിദ്ബുൾ മുജാഹിദിൻ്റെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ തീവ്രവാദ ക്യാമ്പുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നും അവരുടെ മൂവ്മെൻറ്റ് എന്താണെന്നും മനസ്സിലാക്കാനുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ചിത്രങ്ങൾ അനുസരിച്ച് തീർച്ചയായും മുൻകൂട്ടി തന്നെ ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. കാരണം ഏത് രീതിയിലും ഏത് സമയത്തും ഇങ്ങനൊരു ആക്രമണം തീർച്ചയായും സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട്.
രാഷ്ട്രീയ നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. നിസ്സഹായരായ ഒരുപക്ഷെ ഈ പറയുന്ന ഈ വിനോദസഞ്ചാരികൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും രാജ്യം എപ്പോഴും സജ്ജമായിരിക്കണം. അങ്ങനെയെങ്കിൽ അതിനുള്ള മറുപടിക്കുള്ള സമയക്രമമാണ് ഉണ്ടാകേണ്ടത്. അത് മറുപടി എന്തായിരിക്കും എന്നുള്ളതാണ് വളരെ നിർണായകം. നോർത്തേൺ ആർമി കമാൻഡന്റ് ലഫ്റ്റനന്റ് ജനറൽ MV സുജീന്ദ്രകുമാർ ഇപ്പോൾ ശ്രീനഗറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒമർ അബ്ദുള്ള പഹൽഗാമിലേക്ക് പോകുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ഭരണ നേതൃത്വം കശ്മീരിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. എന്താണ് ഇതിനുള്ള മറുപടി എന്നുള്ളതാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ ഏറ്റവും നിർണായകം. ചുട്ട മറുപടി നൽകും എന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്.